ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്. ഇപ്പോൾ അത് പൂർണ്ണമായിരിക്കുന്നു. ആ വാക്ക് കൃത്യമായിരിക്കുന്നു. എന്താണ് സംഭവം? അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു സിംഗിളായിട്ടുള്ള ഒരു സൈനിക നടപടിയല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും അതിൻ്റെ തുടർച്ച. ഇപ്പോൾ നമ്മുടെ സിനിമകളുടെ രണ്ടാം ഭാഗവും സീരീസൊക്കെ വരുമല്ലോ എന്ന് പറയുന്നത് പോലെ ഓപ്പറേഷൻ സിന്ദൂറും ഇനിയും ഉണ്ടാകും. ആവശ്യമെങ്കിൽ ചിലപ്പോൾ നാളെ വേണമെങ്കിൽ നാളെ അതിന് റെഡിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി ഔദ്യോഗികമായി കുറച്ചുകൂടി സുവ്യക്തവുമായി പറഞ്ഞിരിക്കുന്നു. ഇസ്രയേലിലെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി JP സിംഗ് അവിടെ ഒരു ഇസ്രയേൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രവർത്തനമല്ല, അതിന് തുടർച്ച ഉണ്ടാകും. തുടർച്ച ഒഴിവാക്കണമെങ്കിൽ പാകിസ്ഥാൻ 3 ഭീകരർ, അത് ഹാഫിസ് സയ്യിദ്, സാജിദ് മിർ, സക്കീർ റഹ്മാൻ ലഷ്കർ ഭീകരരാണ്. ഈ 3 പേരുടെ പേരും അവരുടെ ലിസ്റ്റും അവരുടെ മറ്റ് വിവരങ്ങളുമൊക്കെ നമുക്ക് ലഭ്യമാണ്. ഈ 3 പേരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറണം. കാരണം തഹാവൂർ റാണ, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ അമേരിക്കയുടെ പിടിയിലാവുകയും അവർ റാണയെ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ പാകിസ്ഥാനും സാധിക്കണം. ഈ 3 ഭീകരർ നിലവിൽ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ 3 പേരെയും പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയില്ലെങ്കിൽ ഈ പരിപാടി, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഹാഫിസ് സയ്യിദ് അയാളാണ് ഈ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പ്രധാനി. അദ്ദേഹം നിലവിൽ പാകിസ്ഥാനിൽ, അതായത് ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം നടത്തി എന്ന പേരിൽ പാകിസ്ഥാനിൽ നിലവിൽ അവർ അറസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ആളാണ്. അതായത് പാകിസ്ഥാൻ്റെ വിശദീകരണ പ്രകാരം അയാൾ ഇപ്പോൾ നിലവിൽ ജയിലിലാണ്. എന്നാൽ വാസ്തവം എന്തെന്നാൽ അയാൾ വീട്ടുതടങ്കലിലാണ്. അവിടെ സകലമാന സുഖസൗകര്യങ്ങളും പുതിയ ബോഡി ഗാർഡുകളും അടക്കം ഉള്ള ലാഹോറിൽ ഒരു കൊട്ടാര സദൃശ്യമായ ഒരു വീട്ടിൽ അയാളെ പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സാജിദ് മിർ എന്ന് പറയുന്ന ലഷ്കർ ഭീകരൻ, അയാൾ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് അങ്ങനെയല്ല എന്ന രീതിയിൽ സ്ഥിരീകരണം ഉണ്ടാകുകയും അമേരിക്ക അടക്കം $5 മില്യൺ തലയ്ക്ക് വിലയിട്ട ഒരു കൊടും ഭീകരനാണ് ഈ പറയുന്ന സാജിദ് മിർ. ഇയാളും മുംബൈ ഭീകരാക്രമണത്തിൽ കൃത്യമായ ആസൂത്രണത്തിൽ കൃത്യമായ പങ്കുവഹിച്ച ഒരാളാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് അൽ ഖൈദയുമായിട്ടുമൊക്കെ, അതായത് താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകളുമായിട്ടുമൊക്കെ ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. സക്കീർ റഹ്മാൻ ലഖ്വി, അയാളും ഒരു ലഷ്കർ ഭീകരനാണ്. അയാളും ഇതേപോലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണത്തിലും അതിൻ്റെ നടപ്പാക്കലിലുമൊക്കെ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ത്യ കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ് പാകിസ്ഥാന്, നിങ്ങൾ ഈ ഭീകരവാദവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇന്ത്യ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ഭീകരർ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവർ മുംബൈ ഭീകരാക്രമണത്തിൽ 166ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ട, ഇന്ത്യൻ സൈനികരടക്കം കൊല്ലപ്പെട്ട ഒരു സംഗതിയാണ്. അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ട വെള്ളവും വളവും എല്ലാം നിങ്ങൾ നൽകുന്നു. അത് അവസാനിപ്പിക്കണം. അവരെ ഇന്ത്യക്ക് കൃത്യമായി കൈമാറണം. ഇല്ലാത്ത പക്ഷം ഇപ്പോൾ അവിടെ സൈനിക താവളത്തിലടക്കം ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായി ആ നേരത്തെ ഉന്നയിച്ച ആവശ്യം കൃത്യമായി കുറച്ചുകൂടി ശക്തമായി ഇന്ത്യ ഉന്നയിക്കുകയാണ്, ഈ ഭീകരവാദികളെ എത്രയും വേഗം കൈമാറണമെന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധവും ദൃഢതയും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞതാണ്, ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദം നിർത്തിയില്ല എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചൊന്നും നിങ്ങൾ കരുതരുത്. അതിൻ്റെ 2ാം ഘട്ടം 1ാം ഘട്ടത്തിനേക്കാൾ ഏറ്റവും വലിയ വേദന നിങ്ങൾക്കുണ്ടാക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളത്. ഈ 3 ഭീകരർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അവരുടെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന വലിയ സുരക്ഷിതത്വം ഒരുക്കി, ജയിലിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ആഡംബര വസതികൾ ഒരുക്കി കൊടുത്ത് അവരെ ഷഹബാസ് ഷരീഫിൻ്റെ, അസീമുദ്ദീൻ്റെ ജീവനേക്കാൾ കൂടുതൽ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭീകരരാണ് ഈ 3 എണ്ണം. ഇവരെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഈ നിലപാടിന്, അല്ലെങ്കിൽ ഇവരെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു പിന്മാറ്റത്തിന് പാകിസ്ഥാൻ തയ്യാറാകുമോ?
പാകിസ്ഥാൻ്റെ ഒരു പരിധിവരെ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ കൂടിയുണ്ട്. ഇവർ ഒരേ സമയം ഭീകര പ്രസ്ഥാനങ്ങളുടെ നേതാവും മത പ്രഭാഷകരല്ലെങ്കിൽ അവരുടെ ഒരു നേതാവും കൂടിയാണ്. അപ്പോൾ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന നടപടി അവിടെ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാക്കും എന്നുള്ളത് പാകിസ്ഥാൻ സർക്കാരിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഈ ഭീകര നേതാക്കൾക്ക് പാകിസ്ഥാൻ സൈന്യത്തിലും ശക്തമായ സ്വാധീനവുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ സർക്കാർ എന്ന് പറയുന്നത് ഒരു ദുർബല സംവിധാനമാണ്. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും സൈന്യവും ഇതേപോലെയുള്ള ഭീകര സംഘടനകൾ അല്ലെങ്കിൽ അതേപോലെയുള്ള വ്യക്തികളും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിൽ പാകിസ്ഥാൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഇന്ത്യക്ക് കൈമാറാമെന്ന് സമ്മതിച്ചാൽ തന്നെയും ഈ പറയുന്ന പട്ടാളമോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകളോ അതിന് വഴങ്ങിത്തരുമെന്നുള്ള ചിന്തയുണ്ടാകും. ഒരു പക്ഷേ ഇതേപോലെയുള്ള സൈനിക നടപടികളുടെ സമ്മർദ്ദം ഒരു പക്ഷേ അന്താരാഷ്ട്ര സമൂഹവും ഇക്കാര്യത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദവും നിർണായകമായേക്കും. ഇപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒന്നിനും മടിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശവും നൽകിക്കഴിയും. മറ്റൊരു സംഗതി കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി തന്നെ പറയണം. ഇന്ത്യയുടെ വിവിധ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുൻപിൽ ചിലയിടങ്ങളിലൊക്കെ പാകിസ്ഥാൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ. അവിടെയും ഈ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുത്തി ഈ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് നോട്ട് ഓവർ എന്ന് വെച്ചാൽ അതായത് ഈ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തുന്നവർ അതൊക്കെ നടത്തിക്കൊള്ളൂ. അപ്പോൾ നേരെ ആ ഹൈക്കമ്മീഷൻ്റെ മുമ്പിൽ ആ ബോർഡിന് കീഴിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സ് കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രതിഷേധവും പ്രകടനമൊക്കെ ആയിട്ട് നടത്തുന്ന അതും കൂടി ഒന്ന് വായിച്ച് സംതൃപ്തി അടഞ്ഞിട്ടാണ് ഇപ്പോൾ മടങ്ങുന്നത്. അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രയേലിലുള്ള ഇന്ത്യൻ പ്രതിനിധി ഇപ്പോൾ അവിടെ ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സിന്ധു ജലം താൽക്കാലികമായി നിർത്തി വരൾച്ചയുടെ പടുകുഴിയിലേക്കാണ് പാകിസ്ഥാൻ പൊക്കോണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ അടപടലം തേഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അപ്പോഴും ഭീകരവാദികളെ അന്നമൂട്ടി വളർത്തുകയാണ് പാകിസ്ഥാൻ. ഈ വളർത്തുന്നത് മുഴുവൻ ഇന്ത്യക്കിട്ട് താങ്ങാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. മറ്റ് രാജ്യങ്ങളെക്കാൾ ഇന്ത്യ എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നുള്ളതല്ല, ഇവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിന് മുന്നിലോ ഇന്ത്യയുടെ സൈനികരുടെ മുന്നിലോ ഇന്ത്യൻ സർക്കാരിന് മുന്നിലോ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരെ തളർത്തുന്ന മുഴുവൻ കാര്യവും. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ആരംഭിക്കുമ്പോൾ ഇനി ആരംഭിച്ചാൽ പാകിസ്ഥാൻ ഉണ്ടാകില്ല. അപ്പോൾ പാകിസ്ഥാൻ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവരെ കൈമാറാൻ തയ്യാറാകുമോ? ഇപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ, ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതാണ് ഇന്ത്യ പാകിസ്ഥാൻ ആ കരാറിൻ്റെ പേര്. ആ കരാർ ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഗുഡ് വിൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഈ ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘം മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറയുന്നത് ഞങ്ങളുടെ വെള്ളം മുട്ടിച്ചു, ഞങ്ങളുടെ നാട് കരിഞ്ഞുണങ്ങിപ്പോയി എന്നൊക്കെയുള്ളതായിരിക്കാം. പക്ഷേ ഈ ഗുഡ് വിൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന ആ അടിസ്ഥാന ശിലയിൽ ഊന്നിയിട്ടുള്ള ഈ കരാറിൽ ഇന്ത്യ അങ്ങോട്ട് സൗഹൃദം കാണിക്കുമ്പോൾ തിരിച്ചെന്താണ് കിട്ടിയിട്ടുള്ളത്? ഇവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇന്ത്യയെ നിരന്തരം ആക്രമിക്കുന്നു, ഭീകരവാദികളെ കയറ്റി അയക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ആവശ്യം തൽക്കാലം ഇപ്പോൾ ഇല്ല. അത് അസന്നിഗ്ധമായി തന്നെ ഇന്ത്യ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും.